ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മധുരമുള്ള കഥയിലോട്ട് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോസ് മാത്രമല്ല, എന്നെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു അച്ഛൻ്റെയും ഒരു മകളുടെയും കഥയാണ്. അമ്മ മരിച്ചതിന് ശേഷം അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരച്ഛനായിരുന്നു. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മൂലം എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മെമ്പേഴ്സിന് മാത്രമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ലൈവ് ഒക്കെ ഇടാൻ തുടങ്ങും. അത് കാണണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ ആയതിനു ശേഷം എൻ്റെ മെമ്പർഷിപ്പിൽ പരമാവധി ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതിനു മുമ്പ് ഞാൻ ഇടയ്ക്കിടെ ഒരു നല്ല രീതിയിലുള്ള ലൈവൊക്കെ ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആ ലൈവും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോസ് തീരുന്നത് വരെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. കഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കഥ തന്നെയാണ്. മാത്രമല്ല, ഞാൻ പറയാൻ വന്നത് ഒരച്ഛൻ്റെയും ഒരു മകളുടെയും കഥ. നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ മൂന്നാമത്തെ കഥയാണ് ഇത്. ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു കഥ നമ്മളെ 8000-ലോട്ട് എത്തിച്ചിട്ടുണ്ട്. അതിനെ സഹായിച്ച എല്ലാവരോടും ഒരു പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്ക് പനിയും ചുമയും തൊണ്ടവേദനയും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടപെട്ട് വീഡിയോസ് ചെയ്യുന്നത്. ഇനി മുതൽ തീർച്ചയായിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മുഴുവനായിട്ടും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കും. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് അതിലും കാട്ടും കൂടുതലും വേണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരച്ഛൻ്റെയും ഒരു മകളുടെയും കഥ. അമ്മ മരിച്ചതിന് ശേഷം അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ഒരച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവള് ഒരു പെണ്ണായിരുന്നു. മാത്രമല്ല, അവളുടെ ലൈഫിൽ അവൾക്ക് ഒരിക്കലും സന്തോഷം കിട്ടിയിരുന്നില്ല. അവളുടെ അച്ഛൻ എന്ന് പറയുന്നത് അമ്മ മരിച്ചതിന് ശേഷം കള്ളുകുടിയും അതിലൊക്കെ ആയിട്ട് അവൾക്ക് ആരൊക്കത്തും ഒരു സന്തോഷവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ സന്തോഷം എന്ന് പറയുന്നത്, അവള് ഇടക്കിടക്ക് വീടിന്റെ മുറ്റത്ത് കുറെ പെൺകുട്ടികളുടെ കൂടെ കളിക്കാൻ പോകും. അതൊക്കെയായിരുന്നു അവളുടെ സന്തോഷം. പെൺകുട്ടികൾ മാത്രമായിരുന്നു അവൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് അവളുടെ അച്ഛൻ മെല്ലെ മെല്ലെ കള്ളുകുടിയൊക്കെ മാറ്റാൻ തുടങ്ങി. അവളുടെ അച്ഛൻ ഒരു റിക്ഷ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെ അവളുടെ അച്ഛൻ അവൾ വിചാരിച്ചതുപോലെ അവൾക്ക് സന്തോഷം കൊടുക്കുന്ന നല്ലൊരു ജീവിതം തന്നെ അവൾക്ക് കൊടുത്തിരുന്നു. അവള് അതിൽ നല്ല രീതിയിൽ സംതൃപ്തിപ്പെട്ടിരുന്നു. കാരണം അവൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെ അവളുടെ അച്ഛൻ കൊടുത്തു. അച്ഛൻ അവൾക്ക് വേണ്ടി കള്ളുകൂടിയൊക്കെ നിർത്തി നല്ലൊരു അച്ഛനായി മാറി. പിന്നീട് അവളുടെ ലൈഫ് എന്ന് പറയുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമേറിയ ഒരു ലൈഫാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള സുന്ദരി കുട്ടികളെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പർ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇല്ലെങ്കിൽ ഒരു യെസ് എന്നുള്ള ഒരു മെസ്സേജുമെങ്കിലും അയച്ചാൽ മതി. ഞാൻ എൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.